നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ ഈ ഒരു സമയം നിങ്ങളെ തേടിയെത്താനായിട്ട് പോകുന്ന ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണ്, യൂണിവേഴ്സിൽ നിന്നും ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ്, അതേപോലെ തന്നെ ഈ ഒരു സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ്, നയൻ ഓഫ് കപ്സ്, സെവൻ ഓഫ് സോഡ്സ്, നൈറ്റ് ഓഫ് സോഡ്സ്, മൂൺ കാർഡ്, ഫോർ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ടു ഓഫ് പെൻറ്റക്കിൾസ്, സെവൻ ഓഫ് പെൻറ്റക്കിൾസ്, ത്രീ ഓഫ് സോഡ്സ് എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരുടെയും ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങളായിട്ട് കാണുന്നത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച ചില കടുത്ത മാനസിക വിഷമങ്ങളും സങ്കടങ്ങളും നഷ്ടങ്ങളും, അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളുമൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു ചിന്ത മൂലം നിങ്ങളുടെ മുന്നിലുള്ള നല്ല അവസരങ്ങളെ ആയാലും സന്തോഷങ്ങളെ ആയാലും ഒന്നും പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കാണാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മനസ്സ് മുഴുവനും കഴിഞ്ഞകാല വിഷമങ്ങളിലും നഷ്ടങ്ങളിലുമൊക്കെ തങ്ങി നിൽക്കുകയാണ്. കൂടാതെ മറ്റു ചില വ്യക്തികളുടെ ഒരു എനർജിയായിട്ട് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ വലിയ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെയുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഒരു ആവേശവും ഈ ഒരു സമയം നിങ്ങളിലുണ്ട്. പക്ഷേ അവിടെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ ഭയങ്ങൾ നിങ്ങളെ അതിൽ നിന്നൊക്കെ പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ മറ്റു ചില ആളുകളുടെ ഒരു എനർജിയായിട്ട് കാണുന്നത് ദൈനംദിന ജീവിതത്തിൽ ഒരേ സമയം പല ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പലരും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ മാനസികമായിട്ട് പല വിധത്തിലുള്ള വെല്ലുവിളികളും ഇപ്പോൾ നിങ്ങളിൽ പലരും നേരിടുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിലെ അത്തരം ബുദ്ധിമുട്ടുകൾക്കിടയിലേക്ക് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നത് ആഗ്രഹ സബലീകരണവും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രതയുമാണ്. അതായത് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം ഈ ഒരു സമയം നടപ്പിലാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ട് നിങ്ങളിപ്പോൾ കാത്തിരിക്കുകയാവാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിന് പ്രപഞ്ചം കൃത്യമായിട്ടുള്ള ഒരു ഫലം നൽകാനായിട്ട് പോവുകയാണ്. കൂടാതെ പുതിയ വരുമാന മാർഗങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നിലേക്ക് തുറക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് പെൻറ്റക്കിൾസിൻ്റെ കാർഡുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സാമ്പത്തിക സ്ഥിരത, ഒരു സാമ്പത്തിക ഭദ്രത വന്ന് ചേരുന്ന ഒരു സമയമാണിത്. കൂടാതെ ഈ ഒരു സമയം ചില വ്യക്തികളെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ജീവിതത്തിൽ ഇനി ആരെയൊക്കെ കൂടെ നിർത്തണം, ആരെയൊക്കെ ഒഴിവാക്കണം എന്നതിൽ കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ മാനസികമായിട്ട് തളർത്തിയ സാഹചര്യങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നുമൊക്കെ പൂർണ്ണമായിട്ടും ഒരു മോചനം ഈ ഒരു സമയം നിങ്ങൾക്ക്
ലഭിക്കുന്നതാണ്. കൂടാതെ ഈ ഒരു സമയം പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയകാല ജീവിതത്തിൽ സംഭവിച്ച വേദനകളെയും സങ്കടങ്ങളെയും വിഷമങ്ങളെയും ഒക്കെ നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഇനി അങ്ങനെ നടക്കാതെ അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ നിങ്ങൾ കാണാനും തിരിച്ചറിയാനും അതിനെ ആസ്വദിക്കാനുമൊക്കെ ശ്രമിക്കുക. അതിനെയൊക്കെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരേ സമയം ചെയ്യാനായിട്ട് ശ്രമിക്കാതെ ജീവിതത്തിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു ആവേശം നിങ്ങളിലിപ്പോൾ ഉണ്ടെന്നുള്ളത് മുൻപ് പറഞ്ഞല്ലോ. അപ്പോൾ അത് നല്ലതാണെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങളെ മോശമായിട്ട് ബാധിച്ചേക്കാം. അതിനാൽ തന്നെ നിങ്ങളിലെ ആ ഒരു ആവേശം കുറയ്ക്കുക. എന്നിട്ട് ക്ഷമയോടെ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളോട് നിങ്ങളുടെ മനസ്സ് തുറക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയവും ആശങ്കയും ഒക്കെ മാറി മനസ്സിനൊരു ശാന്തത കൈവരുന്ന ഒരു സമയം കൂടിയാണ്. അതേപോലെ തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതായത് നിങ്ങൾ പോലും വിചാരിക്കാത്ത വഴികളിലൂടെ അല്ലെങ്കിൽ വ്യക്തികളിലൂടെയൊക്കെ പണം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തികം മുൻപത്തേക്കാൾ കുറച്ചുകൂടി ഈ ഒരു സമയം മെച്ചപ്പെടുന്നതാണ്. അതുപോലെ ചില സത്യങ്ങൾ വെളിപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങളെ ചതിക്കാനായിട്ട് ശ്രമിക്കുന്ന നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ആളുകളെയൊക്കെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതിലൂടെ മുൻപ് പറഞ്ഞതുപോലെ ഇനി ആരെ കൂടെ നിർത്തണം, ആരെ ഒഴിവാക്കണം എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന പിന്തുണയ്ക്കുന്ന പുതിയ സുഹൃത്തുക്കളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെയൊക്കെ ഫലം ദൈവാനുഗ്രഹമായിട്ട് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളും സമാധാനവുമൊക്കെ ഇരട്ടിയായിട്ട് ദൈവം ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.